ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അവർലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫയർ കളിക്കണതിൻ്റെ വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നത് ഏസ് ചാലഞ്ച് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് തൊട്ട് ഏസൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ അധികം കമൻസ് വന്നില്ല. അപ്പോൾ ഈ വീഡിയോന് എന്തായാലും നല്ല കമൻസ് ഇടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സിംഗിൾ പ്ലേ അല്ല കളിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പീയൂഷുമുണ്ട്. അവൻ ഇതിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവൻ്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല, എൻ്റെയും ക്ലിയർ ആവുന്നില്ല. പകരം ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് വോയിസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടി. ഞാൻ യൂട്യൂബിൽ നിന്ന് ന്യൂസ് അറിഞ്ഞു നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ന്യൂസ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം കളിക്കണം. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഇനി നേരെ നമുക്ക് കളിക്കാൻ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലോഡിങ് വന്നിട്ടുണ്ട്. നമ്മളുടെ പീയൂഷ് പറയുന്നത് മറ്റേ ടാറ്റസൂയുടെ കോസ്റ്റ്യൂം, ഞാൻ സാൻഡിനോ ആണ്. അപ്പോൾ നമ്മുടെ പ്ലേസ് വന്നിട്ടുണ്ട്. പ്ലേസ് വന്നിരിക്കുന്നത് ഒരു വില്ലേജ് ഭാഗമാണ്. G18 നമ്മൾ ഗണ്ണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ 101 എന്നുള്ളൊരു സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്നത്. ഇത്രയും കൂട്ടുകയാണെങ്കിൽ നമുക്കതൊരു വിജയത്തിലേക്ക് ആക്കണം. അപ്പോൾ ഞങ്ങളിത് കളി തുടങ്ങി. ഫസ്റ്റത്തെ നോക്ക് തന്നെ ഞാൻ പോകാൻ നിൽക്കുമ്പോഴേക്കും പീയൂഷ് പറഞ്ഞിട്ട്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കളിക്കുന്നത്, അവനെ തന്നെ നോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം നോക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അവനെ തന്നെ നോക്ക് ചെയ്യാൻ വേണ്ടി അവൻ നോക്കായി. ആ സമയം കൊണ്ട് ഞാൻ 2 ആളെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഞാൻ 2 ആളെ അടിക്കാൻ നോക്കിയിരുന്നത്. ഈ 2 അടിച്ചപ്പോഴേക്കും ഒരാളെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നേരെ തിരിച്ച് അടുത്ത ആളെ പിടിക്കാൻ നിന്നപ്പോഴേക്കും ഗൈസ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് കൂടെ വന്നിട്ട് അടിക്കുണ്ടായി. അത് ഞാൻ കാണിച്ചു തരാം, ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. അത് ബാക്കിൽ കൂടെ ഇങ്ങനെ വന്ന ആളിനെ അടിക്കും. അപ്പോൾ ഞാൻ വെടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കയറി ആളെ കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആളെ നോക്കി പോവുമായിരുന്നല്ലോ. ഈ എനിമീനെ നോക്കി പോകണതുകൊണ്ട് ഞാൻ ആളെ നോക്കുന്നില്ല. നമുക്ക് നേരെ അടുത്ത പ്ലെയറിനെ നോക്കടിക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, എവിടെ നിന്ന് അടി കൊള്ളുന്നുണ്ട്. നമുക്ക് അടുത്ത് നോക്കെടുക്കാം. യെസ് ഗൈസ്, അത് നോക്കാക്കിയിട്ടുണ്ട്. അടുത്തൊരു പ്ലെയർ വരുന്നുണ്ട്. നമ്മൾ ചാടി പിന്നെ യെസ് ഗൈസ്, അടുത്തൊരു നോക്കാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പ്ലെയറിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ഏത് ഗൈസ്, കളി പോയി. അതോടൊക്കെ എൻ്റെ കളി പോയി. ഫ്രണ്ട് അപ്പളിക്കും കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എടുക്കാൻ പറ്റിയത്. പക്ഷേ റൗണ്ട് 2 ഞാൻ അവിടെ പറഞ്ഞു, പെടഞ്ഞ് കളിക്കല്ലേ, മെല്ലെ കളിച്ചാൽ മതി, എന്നാലേ നമുക്ക് ഈ കളി മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് ചൂസിൽ വന്നു. ഞാൻ MP5 ആണ് എടുത്തിട്ടുള്ളത്. MP5 നല്ല ഗണ്ണ് തന്നെയാണ് ഗൈസ്. ഞാൻ ഉപയോഗിച്ചതിൽ എനിക്കിഷ്ടമുള്ളതാണ് MP5 മാക്സ്, MP49, അങ്ങനത്തെ കുറേ ഗൺസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണ് ഏതാത് ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. എനിക്കിഷ്ടപ്പെട്ട ഗണ്ണെന്ന് പറയുമ്പോൾ AWM അതുപോലെ തന്നെ MP14 ആണ്. ഇനി പുതിയ വീഡിയോസ് ഏതൊക്കെ വരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യും അതൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ കളിക്ക് വന്നു. ഞാൻ ബാക്ക് നോക്കാറുണ്ട്. ഞാൻ ബാക്കിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പീയൂഷ് അവിടെ ഫ്രണ്ട് കയറി അടിക്കുന്നുണ്ട്. അതേ ഗൈസ്, അവിടെ സൈഡിലായ എനിമീസ് ഒന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും സ്കോപ്പ് ചെയ്തിട്ട് അടിക്കാം അവരെ. യെസ്, ഒരു നോക്കടിച്ചു. ഇനി നമുക്ക് അടുത്തവിടെ നോക്കാം ഗൈസ്. അവൻ മരത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഫ്രണ്ട് പോയിട്ട് പീയൂഷ് പറയുന്നുണ്ട് എന്നോട്, എടാ വായോ നോക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഇതേ ഗൈസ്, അവന് നോക്കായിട്ടുണ്ട്. ഈ കളി ഞാൻ എടുത്തണം. ഈ കളിയിൽ ഞാനാണ് ഗൈസിൻ്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കില്ലെടുത്ത ഈ കളിയിൽ ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ കളി കണ്ടപ്പോഴേക്കും പീയൂഷിനെ വലുതായിട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. അവൻ ചേടാ ഞാൻ എടുക്കേണ്ട കില്ലല്ലേ ഇപ്പോൾ നീ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അടുത്ത കളി വിട്ടുകൊടുക്കാമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ അതേ ഗൈസ്, ഗൺസ് ചൂസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, MP40. അപ്പോഴേക്കും എൻ്റെ കാശ് കഴിഞ്ഞുകൊണ്ട് ഞാൻ MP5 വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇനി അടുത്ത റൗണ്ടിൽ എത്തുമ്പോഴേക്കും ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഗൈസിൻ്റെ ഇടയിൽ ചാർജൊക്കെ പോയി, ഇടയിൽ ചാർജ് ചെയ്യുന്നുണ്ട് ഞാൻ. അത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുകയാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ചാടി അടിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. സൈഡിൽ അപ്പോഴേക്കും ഭീഷണി അറ്റാക്ക് ചെയ്യാൻ വന്നു. നമ്മൾ ചാടിപ്പോയി അടിക്കാൻ നോക്കുകയാണ്. ചാടിപ്പോയി അടിച്ചു. അടിക്കാൻ പോകുന്നു. അടിച്ചിരിക്കുന്നു നോക്ക്. ഗൈസ്, എന്താ ഗൈസ്, ഈ കളിയൊന്നും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓ ഗൈസ്, നമ്മൾ ഒത്തിരി പ്ലെയർ കൂടെ ഉള്ളൂ. ആളുടെ പേരെന്താ, പ്ലെയർ ഉണ്ട് നമ്മുടെ ടീമിൽ. ഒരാളേ ഉള്ളൂ ഗൈസ്. സപ്പോർട്ടിന് വേറെ ആരുമില്ല. ബാക്കി 4 ആൾക്കാർ. 1v4 എടുത്താൽ നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ അവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ
കളി 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 എടോ കളിക്കടോ, ഇതെന്തത് ഗൈസ്, സുഖം തോന്നുന്നില്ല. ബട്ട് വി വിൽ ടേക്ക് എ ഗെയിം. നോക്കാം, നമ്മൾ നന്നായിട്ട് കളിച്ചാൽ നമുക്ക് നന്നായിട്ട് കളിക്കാം. ഇപ്പോൾ MB14 ഉണ്ട്. ഇപ്പോൾ പ്രാവശ്യക്ക് MB14 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത കളിയിൽ നമുക്ക് എങ്ങനെ പോയിൻ്റ് നോക്കണം. അപ്പോൾ ഈ കളി നമ്മൾ പിടിച്ചാലേ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ, അത് എപ്പോൾ തന്നെ പറയണം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഞാൻ അപ്പോഴേക്കും HP അടിക്കാനുള്ള സാധനം ഇട്ടിട്ടുണ്ട്. ഞാൻ HP അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സിന് അതിന് താല്പര്യമില്ല, ഒത്തിരി ഓട്ടമാണ് കൂടെ, നല്ല ധൃതിയാണ് കളിക്കാൻ. എന്തായിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, എന്ത് കളിയിലാണ് ധൃതിയാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഓടിപ്പോയി. അപ്പോൾ ഇവൻ അതിൻ്റെ ഇടയിൽ കൂടെ മേലെ കയറി പോകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എടാ മേലെ കയറി പോവല്ലേ എന്ന്. പക്ഷെ അവൻ എന്നാലും പോകുന്നുണ്ട്. പക്ഷെ അവൻ ഇടയിൽ നിന്നു. പക്ഷെ എന്നിട്ട് ഞാൻ ഓടിപ്പോയി. അവിടെ ഞാൻ പ്ലെയറിനെ നോക്കിയിട്ട് മാത്രം അടിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ സോണിൻ്റെ ഒപ്പം കളിക്കുക, അങ്ങനത്തെ കുറച്ച് പ്ലാനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് ഓടിപ്പോയി. പ്ലെയർ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ. ഞാൻ ചാടി നോക്കടിക്കാൻ പോവുകയാണെങ്കിൽ നോക്കിക്കോളൂ. യെസ്, ഒരു നോക്കടിച്ചിട്ടുണ്ട് ഞാൻ. അതാ ഗൈസ്, ബാക്കിൽ നിന്ന് അടി വന്നിട്ടുണ്ട്. ഗൈസ്, പീയൂഷ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഞാൻ എന്തായാലും അവൻ HP കൂട്ടട്ടെ. ഇതിൽ കാണുന്നുണ്ട് അവനൊരു കില്ലെടുത്തിട്ടുണ്ട്, ഞാനൊരു കില്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗിവ് അപ്പ് കൊടുക്കുക, കാരണം അവൻ എന്തായാലും വരും എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാവരും നോക്കണം. ആ സൈഡിലാണ്, ഏറ്റവും ദൂരെയാണ് അവൻ. അതുകൊണ്ട് നമുക്ക് ഗിവ് അപ്പ് കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടുക്കേണ്ടി വരും ഗൈസ്, ഉറപ്പാണത്. അവൻ വരുന്നെനിക്ക് തോന്നുന്നില്ല, ഒരു മനസ്സ് തോന്നുന്നില്ല വരുന്നു. എന്തായാലും ഇപ്പോൾ സോൺ എടുക്കാറായി. എന്തായാലും ഞാൻ ഗീവ് അപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. ചത്തു ഗൈസ്, ഞാനും ചത്തു, ഞാൻ കൊന്ന ഇനിമയും ചത്തു. അപ്പോൾ പീയൂഷ് മാത്രമാണ് നമ്മുടെ ഇതിൽ ബാക്കിയുള്ളത്. അവൻ ഓടിപ്പോയി. യെസ് ഗൈസ്, 1v2 ഹീറോ പീയൂഷ് ആണ് ഗൈസ്. 2-2 എത്തിച്ചിട്ടുണ്ട്. അവൻ്റെ സന്തോഷമാണിത്, കാരണം നേരത്തെ കളി ആയതുകൊണ്ട് ഈ കളി അവൻ എടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് കൂട്ടുതർക്കാവും. അപ്പോൾ ഇത് എതിർ ടീമിൻ്റെയും ഇത് പോയിൻറ്റ്സ് നോക്കി അങ്ങനെ ഇതാ MB14 സോറി ഗൈസ്, AC8 എടുക്കാൻ പറ്റിയില്ല, MB14 മാത്രമേ പറ്റുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത കളിയിൽ ഒരേപോലെയൊക്കെ ആവുകയാണെങ്കിൽ ഒരുമിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. ഗൈസ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റൗണ്ടാണ്, നമ്മൾ ശ്രദ്ധിച്ചടിച്ചില്ലെങ്കിൽ കളി പോവും. അപ്പോൾ ഇവൻ്റെ ഒപ്പം കളിക്കണ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ പോയി പീയൂഷിനോട് ഞാൻ പറയുന്നുണ്ട്, എടാ അവിടെ പോയി നിൽക്കുകയെന്ന്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നിട്ടുണ്ട്. ഓക്കെ, ഇതേ ഓടിപ്പോയി. ഇതേ അവൻ അവിടെ ബോക്സ് പവർ കൂട്ടുന്നുണ്ട്. പക്ഷെ ഞാനവിടെ വെയിറ്റ് ചെയ്തു. ഇത് ചാടിപ്പോൾ നിന്നപ്പോഴേക്ക് ഇതേ ഗൈസ് മറ്റേ വോക്കോങ്ങിൻ്റെ നമ്മുടെ ഇതെടുത്തിട്ട് അപ്പോഴേക്കും അവൻ നോക്കുകയും ചെയ്തു. അവൻ എന്നെയും അടിച്ചു. എന്നിട്ട് പീയൂഷിന് പറഞ്ഞു, പീയൂഷ് വരണ്ട, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവൻ്റെ അടുത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഗൈസ് പീയൂഷ് അവിടെ. പീയൂഷ് അവിടേക്കും പുറത്തേക്ക് ചാടി. ഞാൻ പറഞ്ഞതാണ്, അവൻ കേട്ടില്ല. പക്ഷെ എൻ്റെ പേരാണ് ഗൈസ് വന്നിട്ടുള്ളത്, അല്ല സോറി, അവൻ്റെ പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് MB14 ഉണ്ട് കയ്യിൽ. അതുപോലെ തന്നെ ഞാൻ അടുത്തെടുക്കാൻ പോകുന്ന ഗണ്ണ് എനിക്ക് മിന്നി ഇഷ്ടമുള്ളത് AWM-നെക്കാട്ടിലും ഇച്ചിരി ഇഷ്ടമുള്ളത് AC18 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. AC18 പറയുമ്പോൾ നല്ല സ്കോപ്പിങ്ങും നല്ല ഷൂട്ടും പവറൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ചാടനേൻ്റെ ഷൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്, അങ്ങനെ കുറച്ച് പരിപാടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് റൗണ്ട് ആണോ? അതെ, അല്ല, ലാസ്റ്റ് റൗണ്ട് അല്ല കേസ്, നമുക്ക് ഇനി റൗണ്ട് നമുക്ക് നോക്കാം. വശം പോകുന്നുണ്ട് കുറേ. കേസ് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട് എന്നാണ്, ശബ്ദം കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അടിയുടെ ഒച്ചയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് അടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഒരു ഡാമല്ല, അതിൻ്റെ നോക്കല്ല, പക്ഷേ അവനെ പീയൂഷിനെ ഇത് കൊടുത്തപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു ഡാം കൊടുക്കാൻ. അപ്പോൾ ഇതേ ഓടിപ്പോയി. ഇതേ ഗൈസിൻ്റെ ഉള്ളിലപ്പോൾ എനിമി ഉണ്ടെന്ന് എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലെ പോയി നോക്കാം. എത്ര ഒരാളെ ഉണ്ടാവുള്ളൂ, ഉറപ്പാണത് ഗൈസ്. അയ്യോ ഷേറ്റ് ഗൈസ്, 2 എനിമീസ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് നോക്കാൻ ചാൻസ് വന്നത്. പീയൂഷ് മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ കളിയിൽ ബാക്കിയുള്ളത്. അപ്പോൾ
അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്പോട്ടിങ് ഉണ്ട്, അവിടെയാണ് ആളുള്ളത്. അവനപ്പോൾ ഗ്ലൂ വാൾ ഇട്ടു. ഞാൻ പറഞ്ഞതിനോട് ബോംബറിയ് ബാക്കിൽ പോയിട്ട്. പക്ഷെ ഒറ്റ വർഷത്തിന് കേൾക്കാനല്ല. അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചു അവൻ്റെ ഇഷ്ടത്തിന് എന്താ ചെയ്തോട്ടെ എന്ന്. അപ്പോൾ അദ്ദേഹം പുറത്ത് ചാടി. ഞാൻ പറഞ്ഞുകൊണ്ട് എന്തായാലും പുറത്ത് ചാടി ഉള്ളിൽ പോയി. അവൻ ബോംബ് അറിയുന്നത് ഞാൻ പിന്നിക്കെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ബോംബ് പറയാൻ തീരുമാനിക്കണതോ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഗൈസ് അവൻ ഉള്ളിലേക്ക് ബോംബ് പറഞ്ഞിട്ടുണ്ട്. അവൻ ചത്തനുണ്ടാകുക ഒരു ഉറപ്പാണത്. ഒരു രക്ഷയില്ലാത്ത ചാവരനെ അവർ ചത്തനുണ്ടാകുക. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് നോക്കാം. ഗൈസ് എവിടെ നടി? ഓ, ബാക്ക് ലോക്ക് ചെയ്തിട്ടില്ല ഗൈസ് അവൻ. ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല ബാക്ക്. അവനായിട്ട് തന്നെ ഈ ഗെയിം തൊലച്ചു. ഇനി ഗൈസ് ലാസ്റ്റ് റൗണ്ട്, ഈ റൗണ്ട് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കളി തോറ്റു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ HP ഫുള്ളാക്കാനുള്ള എല്ലാ മെഡിക്കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ AC-18 ആൻഡ് മിനി UZ MP14 ഈ ഗൺസൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലെയർ അതിനെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കളിക്കാൻ അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരാളെ ഹെഡ് അടിച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചപ്പോഴേക്കും ബാക്കിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വഴിയുണ്ടല്ലോ. വേഗം പീയൂഷിൻ്റെ പിന്നാലെ തന്നെ പോയി. പിന്നെ നോക്കിയപ്പോഴാണ് ബാക്കിൽ നിന്ന് ശബ്ദം. നോക്കിയപ്പോൾ അടുത്ത ടീമിൻ്റെ അതിനെ നോക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളിയുടെ ഇടയിലൊക്കെ ഞാൻ പീയൂഷിനോട് സംസാരിക്കുന്നുണ്ട്. അത് പിടിച്ചേ പറ്റുള്ളൂ. പെടയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഗൈസ് ഞാൻ ചത്തു. അപ്പോൾ ആരാണ് എന്നെ കൊന്നതെന്ന് ഞാൻ റീപ്ലൈ കാണിച്ചു തരാം. ഇവനാണ് എന്നെ കൊന്നത്. ഞാൻ താഴ്ത്തിക്കുന്ന സമയത്താണ് അവൻ എന്നെ നോക്കടിച്ചത്. അപ്പോൾ 2 പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് പീയൂഷും പിന്നെ നേരത്തെ ഞാൻ കാണിച്ച റെഡ് ഡ്രസ്സ്. അപ്പോൾ ഇനി നമുക്കത് ഫ്രണ്ട് ഓടിപ്പോണം, എന്നാലേ അവനെ കിട്ടുള്ളൂ നമുക്ക്. എവിടെ യെസ് ഗായ്സ്, പീയൂഷേ കിട്ടി ഗൈസ്. പീയൂഷിനെ കിട്ടും. ഇപ്പോൾ നോക്കാം. കിട്ടി ഇല്ലെങ്കിൽ പോയി. യെസ് ഗായ്സ്, നമ്മുടെ ബൂയ അടിച്ചിട്ടുണ്ട് നമ്മൾ. സോ ഗൈസ്, നമ്മുടെ ഈ ഗെയിമത്തെ ഹീറോ ആയിട്ടുള്ളത് ചിലപ്പോൾ പീയൂഷനായിരിക്കും, ഞാനായിരിക്കില്ല. കാരണം ഇനി ഈ കളി തോറ്റല്ലോ, ഡെഡായി പോയല്ലോ. അതുകൊണ്ട് ഈ കളി എടുത്തിരിക്കുന്നത് പീയൂഷ് തന്നെയാണ്. ഗൈസ്, നമ്മുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡാണ് ഞാൻ, ഫസ്റ്റാണ് പീയൂഷ്. അവൻ പറഞ്ഞ കാര്യം തന്നെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് നേരെ നമ്മുടെ ലോബിക്ക് പോകണം. ഓക്കെ, യെസ് ഗായ്സ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. SCSലെ 2 സ്റ്റാർ കൂടിയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത് കമൻറ്റ് ചെയ്യണം, ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.